ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ദോശയ്ക്കും ഇഡ്ഡലിക്കും പിന്നെ ചപ്പാത്തിക്കും പൂരിക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കദംബ ചട്നിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ 1 ടീസ്പൂൺ എണ്ണ ഒരു പാനിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്, നിങ്ങൾ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. നിങ്ങൾക്ക് 1 ടീസ്പൂൺ കടലപ്പരിപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ വെളിച്ചെണ്ണ ഉപയോഗിച്ച് ചെയ്യുമ്പോഴാണ് അതിൻ്റെ സ്വാദ് കൂടുതൽ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും നല്ലൊരു ഗോൾഡൻ കളറായി വരണം. ഗോൾഡൻ കളറായതിന് ശേഷം നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരെ. കൂടെ തന്നെ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ നല്ലൊരു ഗോൾഡൻ കളറായി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 12 ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു 3 വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് 2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ മുളക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂടിയും കുറച്ചും നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. കൂടുതൽ എരിവ് ആവശ്യമുണ്ടെങ്കിൽ കൂടുതലായിട്ട് ചേർക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു വലിയ സവാളയാണ്. അത് ഒരെണ്ണം ഇതുപോലെ ചെറുതായി മുറിച്ചിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ സവാളയൊക്കെ നല്ലപോലെ വഴണ്ട് വരണം, പച്ചമണമൊക്കെ മാറിയിട്ട്, എന്നാലേ നല്ല സ്വാദം ഉണ്ടാവുള്ളൂ ചട്നിക്ക്. അപ്പോൾ ഇത് നല്ല 2-3 മിനിറ്റ് നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതിന് ശേഷം നമുക്കിതിലേക്ക് പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് തക്കാളിയാണ്. അപ്പോൾ ചെറിയ ഉള്ളി ചേർക്കുമ്പോൾ നമുക്ക് നല്ലൊരു കൂടുതൽ സ്വാദ് കിട്ടും. വേണമെങ്കിൽ നിങ്ങൾ വലിയ ഉള്ളിക്ക് പകരം ചെറിയ ഉള്ളി തന്നെ മുഴുവനായിട്ടും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അതിലേക്ക് ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ പുളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കൂടെ തന്നെ ഒരു വലിയ തക്കാളിയും ചെറുതായി മുറിച്ചിട്ട് നമുക്ക് അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ നല്ലപോലെ ഒന്ന് വഴണ്ട പച്ചമണമൊക്കെ മാറി വരണം. അപ്പോൾ അതുവരെ നമുക്കിത് വഴറ്റേണ്ടതുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ എല്ലാം കൂടി ചേർത്തിട്ടുള്ള ഒരു ചട്നി, അതിനാണ് നമുക്ക് കദംബ ചട്നി എന്ന് പറയുന്നത്. കൂടുതൽ ചേരുവകളുള്ള നല്ല സ്വാദുള്ളൊരു ചട്നിയാണ്. ഇഡ്ഡലി, ദോശ, ചപ്പാത്തി, പൂരി എല്ലാത്തിനും പറ്റിയൊരു ചട്നിയാണ്. ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ നിലക്കടല വറുത്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കൈപ്പിടി അളവിൽ മല്ലിയില നല്ലപോലെ കഴുകി അതും ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 10-12 കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് വഴണ്ട് വരട്ടെ. പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് കായപ്പൊടിയാണ്. കായപ്പൊടി ചേർത്ത് കൊടുക്കണം. പിന്നെ ഉപ്പ് ആവശ്യത്തിനുള്ള നമ്മൾ അതിലേക്ക് തന്നെ മുമ്പ് വറുത്ത് വെച്ചിരിക്കുന്ന ഉഴുന്ന് പരിപ്പും ചേർത്തിട്ട് തേങ്ങ ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയിട്ട് നമുക്ക് ഇനി കായപ്പൊടി ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട്. നിങ്ങളുടെ പാകത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം ചേർത്തതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് തണുക്കാനായിട്ട് വെക്കണം. തണുത്തതിന് ശേഷം ഇതൊന്ന് നല്ലപോലെ അരച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കദംബ ചട്നി റെഡിയാവും. അപ്പോൾ ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കടുക് താളിച്ച് ചേർക്കാവുന്നതാണ്. ഞാനതൊന്നും ചേർത്തിട്ടില്ല, അല്ലാതെ തന്നെ നല്ല രുചിയാണ് ഇതിന്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്നതായിരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്. വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം.